ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസും നൂറയും തമ്മിൽ അടി നടക്കുകയാണ്. ചായയുടെ പ്രശ്നം തന്നെ. രാവിലെ അനിമോൾ ചായ ഇടണ്ടാന്ന് നൂറ പറഞ്ഞ്, നൂറ ഇട്ടോളാന്ന് പറഞ്ഞ്, അങ്ങനെ നൂറ ഇട്ട ചായ അനിമോൾക്ക് എല്ലാവരുടെയും ക്ലാസ്സിൽ ഒഴിച്ചു. അപ്പോൾ അനിമോളുടെ ചായ അനിമോൾ ഷാനവാസിനും അനീഷിൻ്റെയും ക്ലാസ്സിൽ പകുതി ഒഴിച്ചു വെച്ച് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു ഇത് ശരിയല്ല, എല്ലാവർക്കും ഈക്വലായിട്ട് ഒഴിക്കണമെന്ന് പറയുന്നത്. അപ്പം നൂറയ്ക്ക് ചായ കിട്ടിയില്ല. കാരണം നൂറ പറഞ്ഞ് എനിക്ക് ചായ കിട്ടിയില്ല ഷാനവാസ്ക, ഞാൻ പറഞ്ഞിട്ട് ഷാനവാസ്ക മൈൻഡ് ചെയ്തില്ല. അപ്പം ഷാനവാസ് പറഞ്ഞ് ഞാൻ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കപ്പിലായിരിക്കും കുടിക്കുന്നത്, അതാണ് ഞാൻ ഓർത്തത്. ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഇന്ന് എടുത്തോന്ന് പറഞ്ഞു. അപ്പം നൂറ പറയുന്നത് എനിക്ക് വേണ്ട. അപ്പോൾ ആദില പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ വേണം, ഒരു കപ്പിലല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഷാനവാസ്ക കേൾക്കാഞ്ഞിട്ടാ. അപ്പം ഷാനവാസ് പറഞ്ഞു ഞാൻ കേട്ടില്ല, കേട്ടെങ്കിൽ അത് അങ്ങനെയല്ലേ തരുവുള്ളൂ, ഇന്ന് എൻ്റെ ചായ എടുത്തു. അപ്പം നൂറ പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നൂറ ഉടനെ പറയുവാണ് ഷാനവാസ്ക ഞങ്ങളുടെ വാക്കൊന്നും കേൾക്കത്തില്ല, അനിമോള് പറഞ്ഞതേ കേൾക്കത്തുള്ളൂ എന്ന്. അപ്പം ഷാനവാസിന് ദേഷ്യം പിടിച്ചാണ്. ഷാനവാസാണ് മര്യാദക്ക് സംസാരിക്കണം, ചീപ്പ് ഗെയിം ഇറക്കരുത് നൂറ, ഇങ്ങനത്തെ സംസാരം പാടില്ല നൂറ, ഇത് വളരെ മോശമായിപ്പോയി. ഞാൻ ആരുടെയും വാക്ക് കേട്ട് ആരുടെയും വശം ചേർന്നൊന്നും പറഞ്ഞതല്ല, ഞാൻ അറിഞ്ഞുമില്ല, ഞാൻ കേട്ടുമില്ല നിങ്ങൾക്ക് ഒരു ഗ്ലാസും കൂടെ ചായ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ തരത്തുള്ളൂ, ഞാൻ എൻ്റെ ചായ വേണമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ ആദില പറയുന്നുണ്ട് ഷാനവാസ്ക്ക് കേൾക്കാഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട്. അപ്പം ഷാനവാസ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം നൂറ വീണ്ടും പറയണം ഇക്ക നമ്മുടെ വാക്കൊന്നും കേൾക്കത്തില്ലല്ലോ എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ മര്യാദക്ക് ചോദിച്ച്, കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഷാനവാസ് അങ്ങ് പോവുകയാണ്. അങ്ങനെ ചായയുടെ ഒരു പ്രശ്നത്തിൽ വീണ്ടും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.